ഇത് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം, പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയത്തെ, അനാവശ്യമായിട്ട് ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശത്തിൽ ഒന്നാമത്തത് ഈ സംഘടിത ഇസ്ലാമിക വോട്ട് തട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രീണനം മാത്രമാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രീണനം മാത്രമാണ് ഇത്. രണ്ടു കൂട്ടരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായൊരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ ഭീകരവാദിക്ക് വേണ്ടി വരെ നമ്മളെല്ലാവരും കണ്ടതാണ് രംഗത്ത് ഈ രണ്ടു കൂട്ടരും, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് വരിക. ഭാരതമാതാവിനെ അവഹേളിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് വരിക. ഇത് ഒരുതരം ഭാമിയാൻ ബുദ്ധപ്രതിമകൾ തകർത്ത ഈ മൂർത്തിഭഞ്ജകരായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ നയത്തെയും ആശയത്തെയും പിന്തുടരുന്ന ഒരു നടപടിയാണ്. അത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ, ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും അതിന് അടിത്തറയായി ഭാരതമെന്ന വികാരം, വിഷ്ണുനാരായണൻ നമ്പൂതിരിപ്പാടൊക്കെ പണ്ട് പാടിയതുപോലെ ഈ ശിലാജാഡ്യം പിളർത്തെത്തേണ്ട ആ ഇന്ത്യ എന്ന വികാരം, അതിനെ തടയാനുള്ള ശ്രമമാണ് ഈ ദേശവിരുദ്ധ ആശയഗതിക്കാർ ചെയ്യുന്നത്. ദേശീയതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എതിരാണ്. ദേശീയ വിചാരങ്ങൾക്ക് അവരെന്നും എതിരാണ്. രാഷ്ട്രം ഒന്നാണ് എന്നുപോലും സങ്കല്പിക്കാനുള്ള വിവേകം ഇന്നോളം കിട്ടാത്ത ഒരു പാർട്ടി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരാണ്. ഇതുകൊണ്ടെല്ലാമാണ് ഇന്നലത്തെ പ്രകടനത്തിൻ്റെ ചിത്രമൊക്കെ ഞാൻ കണ്ടു. വളരെ പരിഹാസ്യമായി തോന്നി. DYFIയുടെ പിള്ളേർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെങ്കിലും നടത്തരുത് എന്ന് അവരുടെ കുട്ടികളോട് പറയണം. കാരണം DYFIക്കാർക്ക് ബോധമില്ല, ചരിത്രബോധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഭരണഘടനയെ തൊടാൻ അവകാശമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ്, പ്രത്യയശാസ്ത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അതാരാ പറഞ്ഞത്? സാക്ഷാൽ ഭീമറാവു രാംജി അംബേദ്കർ ഭരണഘടന പാർലമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടനയെ എതിർക്കുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരും സോഷ്യലിസ്റ്റ് ആശയഗതിക്കാരുമാണ്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അവർ ജനാധിപത്യത്തിനെതിരാണ്, പാർലമെൻ്ററി ജനാധിപത്യത്തിനെതിരാണ്. അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി, ഏകാധിപത്യത്തിന് വേണ്ടി, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റിന് വേണ്ടി വാദിക്കുന്നവരായതുകൊണ്ട് പാർലമെൻ്ററി ഡെമോക്രസിയെ അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടന നിലകൊള്ളുന്നത് പാർലമെൻ്ററി ഡെമോക്രസി ആയത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാർ, അത് മാർക്സിസ്റ്റുകാരാകട്ടെ സോഷ്യലിസ്റ്റുകാരാകട്ടെ, അവരിതിനെ എതിർത്തു. അവർ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. ദേശത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാരതമാത എന്ന സങ്കല്പം, അത് ഭാരതത്തെ ഒരുമിപ്പിച്ച സങ്കല്പമാണ്. ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയത്. ആ ആശയം എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക്, മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ്. ഭാരതമാതാവെന്ന ചിത്രം ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ പ്രതിഷ്ഠിതമാകേണ്ട ഒന്നാണ് എന്ന ഉറച്ച ബോധ്യമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുള്ളത്. ഈ ആശയം RSSൻ്റേത് മാത്രമല്ല, അനാദികാലം മുതലേ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു ആശയമാണ് ഭൂമിയെ അമ്മയായി കാണുക, നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിനെ അമ്മയായി കാണുക. അമ്മ മക്കൾ ബന്ധമാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഊഷ്മളവും ഏറ്റവും അർത്ഥവത്തായതുമായ ബന്ധം. അതുകൊണ്ടാണ് പ്രാചീന ഭാരതീയർ, ഇപ്പോൾ അഥർവവേദത്തിൽ തന്നെ മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാ എന്ന് പറയുന്നത്, അമ്മയാണ് ഈ ഭൂമി, നമ്മളെല്ലാം അതിൻ്റെ മക്കളും എന്ന് പറയുമ്പോൾ പൃഥ്വി സൂക്തം നമ്മൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പൃഥ്വിയെക്കുറിച്ചാണത് പറയുന്നതെങ്കിലും ആ അഥർവവേദത്തിൽ ഈ സൂക്തം രചിച്ച മഹാനായ ഋഷി മുന്നിൽ കണ്ടത് ഭാരതമെന്ന മണ്ണിനെയാണ് എന്ന് ആ ശ്ലോകത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൽ വർണ്ണിക്കുന്ന ഋതുക്കൾ, അതിൽ വർണ്ണിക്കുന്ന പ്രകൃതി, അതിൽ വർണ്ണിക്കുന്ന നദികൾ, അതിൽ വർണ്ണിക്കുന്ന ആ പർവ്വതങ്ങളൊക്കെ അടങ്ങുന്ന ആ മണ്ണിൻ്റെ ഭൂഭാഗം, അത് മുഴുവൻ ഭാരതത്തിന് മാത്രം ചേരുന്ന വർണ്ണനകളാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഈ മാതൃസങ്കല്പം എന്നത്
നമ്മളെ സഹായിക്കുകയോ നമ്മളെ ഉയർത്താനും നിലനിർത്താനും വേണ്ടി സ്വന്തം ശക്തിയെ വിനിയോഗിക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ അമ്മയായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നദി നമുക്ക് മാതാവായത്, അതുകൊണ്ടാണ് ഭൂമി നമുക്ക് മാതാവായത്, അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രം മാതാവായത്, അതുകൊണ്ടാണ് ഗോവംശം നമ്മുടെ മാതൃവംശമായി മാറിയത്. ഇതെല്ലാം ഈ സങ്കല്പം വികസിച്ചു വന്നാണ് 1857 സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഭാരതം ഒന്നാണ് എന്നും ഈ അമ്മയ്ക്ക് വേണ്ടി പൊരുതണമെന്ന ആശയം വ്യാപകമായി പ്രചരിച്ചത്. അതേ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ അദ്ദേഹം ഭാരതമാത എന്നൊരു രൂപകം, ഒരു നാടകം എഴുതി 1873. ആ നാടകത്തിൻ്റെ പേര് തന്നെ ഭാരതമാതാവ് എന്നായിരുന്നു. അതിലാണ് സത്യത്തിൽ ഭാരതമാതാ ജയകാരം ആദ്യമായി ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തുന്നത്. ഭാരതമാത എന്ന സങ്കല്പവും ഭാരതമാതാവിന് ജയ എന്ന സങ്കല്പം. എന്തായിരുന്നു കിരൺചന്ദ്ര ബന്ദോപാധ്യായ എന്ന നാടകകൃത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള, കൈലാസം വരെയുള്ള ഈ ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരക്കണം. അത് അമ്മയുടെ പേരിലാവുമ്പോഴാണ് ഏറ്റവും സാധ്യമാകുന്നത് എന്ന് ക്രാന്തദർശിയായ നാടകകൃത്തിനറിയാമായിരുന്നു. അതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ 82 വിരചിതമായ ആനന്ദമഠം. ആ ആനന്ദമഠത്തിൻ്റെ ഉള്ളിലെ ഭാരതമാതാ സങ്കല്പം, അതിൽ നിന്ന് ലോകത്തിന് ലഭിച്ച വന്ദേ മാതരം എന്ന് പറയുന്ന ആ കവിത, ആനന്ദമഠം എന്ന നോവലും അതിൽ ഭവാനന്ദ യോഗി, ധീരനായ വിപ്ലവകാരിയായ ഭവാനന്ദനും കൂട്ടുകാരും പാടുന്ന, യോഗികളും പാടുന്ന ഭാരതമാതാ വന്ദന ശ്ലോകം, അതാണല്ലോ വന്ദേമാതരമായി പരിണമിച്ചതും നൂറുകണക്കിന് ഭാരതീയർക്ക് രാഷ്ട്രത്തിൻ്റെ മോചനത്തിനായി സ്വന്തം ജീവനെ ബലിയർപ്പിക്കാനുള്ള പ്രേരണയായി മാറിയ പഞ്ചാക്ഷരി വന്ദേമാതരം, അമ്മേ നമസ്കാരം. ഈ ആശയത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് വസീമുള്ള ഖാൻ, പ്രസിദ്ധ ഉറുദു ചിന്തകനും കവിയുമായിട്ടുള്ള വസീമുള്ള ഖാൻ, മാദ്രേ സ്ഥാൻ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, മാദ്രേ സ്ഥാൻ എന്ന് പറഞ്ഞത്. അതുതന്നെയാണ് വീണ്ടും ഭവാനി മന്ദിരം എന്ന സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹർഷി അരവിന്ദൻ, അദ്ദേഹം 905 ഭവാനി മന്ദിരം എന്ന് പറയുന്നൊരു സങ്കല്പം അവതരിപ്പിച്ചു. ഭവാനി എന്നത് ഭാരതമാതാവിൻ്റെ ദേവീരൂപമാണ്. ആ മന്ദിരത്തിൽ പൂജ ചെയ്യുന്ന അസംഖ്യം ദേശഭക്തരായ യോഗികളെ സൃഷ്ടിക്കണം എന്ന് അരവിന്ദൻ സ്വപ്നം കാണുകയും അതിൻ്റെ ശാഖോപശാഖകൾ ഭാരതത്തിൽ ഓരോ ഭാഗത്തും വ്യാപിക്കണമെന്നും അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയുടെ മോചനത്തിന് വേണ്ടി പൊരുതണമെന്നും ഉള്ള ആശയം ഉയർന്നു വന്നു. ഇത് ആധുനിക കാലത്ത് ദേശീയത ശക്തി പ്രാപിക്കുന്ന, നമ്മുടെ രാഷ്ട്ര സ്നേഹത്തിൻ്റെയൊക്കെ ആ ശക്തി പ്രാപിക്കലിൻ്റെ ഘട്ടത്തിൽ വൈദിക കാലം മുതലേ തുടർന്നു പോന്ന സമുദ്രപര്യന്ത ഏകരാടെന്ന സങ്കല്പത്തിൻ്റെ പുനർജനിയാണ് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഈ ഭാരതമാതാ സങ്കല്പത്തിലൂടെ, അരവിന്ദനിലൂടെ, കിരൺചന്ദ്ര ബന്ദോപാധ്യായയിലൂടെ, വസീമുള്ള ഖാനിലൂടെ, പിന്നീട് അഷ്ഫഖുള്ള ഖാനെ പോലുള്ള കവികൾ, എനിക്കിനിയും ഉണ്ടാകണം ജന്മം, മതം കൊണ്ട് എനിക്ക് പുനർജന്മത്തെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ മുന്നിൽ ഖുദ, എൻ്റെ മുന്നിൽ സർവശക്തനായ എൻ്റെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന വരം ഈ ഭാരതമാതാവിൻ്റെ മോചനത്തിന് വേണ്ടി ഇനിയും എനിക്ക് ജനിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് കടന്നു കയറിയ അഷ്ഫഖുള്ള ഖാനെ പോലുള്ള ആൾക്കാർ, ഇവരൊന്നും മതം മുസ്ലിം ആയതുകൊണ്ട് ഭാരതത്തെ മാതാവായി കാണുന്നതിൽ നിന്ന് മാറി നിന്ന ആളുകളല്ല. അവരെല്ലാവരും ചേർന്നാണ് ഈ ആശയത്തെ വികസിപ്പിച്ചത്. ഈ ആശയത്തിനൊരു മൂർത്തരൂപം പകർന്ന, ഒരു ചിത്രകലയിലൂടെ മൂർത്തരൂപം പകർന്നത് രാഷ്ട്രകവി, നമ്മുടെ ഗുരുദേവൻ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനായ പ്രസിദ്ധ ചിത്രകാരൻ അബനീന്ദ്രനാഥ ടാഗോറാണ്. അബനീന്ദ്രനാഥ ടാഗോറും നന്ദലാൽ ബോസുമൊക്കെ ചേർന്ന ആ ഒരു സമൂഹമാണ് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ചിത്രകലയിലേക്കും കലയിലേക്കുമൊക്കെ വ്യാപിപ്പിച്ചത്. പാശ്ചാത്യ കല നമ്മുടെ ഭാരതീയ കലയെ അടിച്ചമർത്തുന്ന സമയത്ത് ദേശീയ ചിത്രകലാ സ്കൂൾ, നാഷണൽ ബംഗാൾ സ്കൂൾ ഫോർ ആർട്ട് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് തുടങ്ങിയ അതിൽ പ്രധാനിയായിരുന്ന അബനീന്ദ്രനാഥ് ടാഗോർ ചതുർഭുജധാരിയായ ഒരു യോഗിനിയുടെ രൂപത്തിൽ ഭാരതമാതാവിനെ ആദ്യമായൊരു ചിത്രരൂപത്തിൽ അവതരിപ്പിക്കുന്നു. നേരത്തെ തന്നെ ഈ ആശയം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വേദകാലം മുതലേ തന്നെ ഈ മാതൃഭൂമിയെ അമ്മയായി കാണുന്ന ആശയമുണ്ട്. അതിനൊരു മൂർത്തി രൂപം പകരുന്നു. അതുകൊണ്ടാണ് അബനീന്ദ്രനാഥ് ടാഗോർ ആ ചിത്രത്തിന് 4 കൈകളുള്ള ആ യോഗിനിയുടെ രൂപത്തിന് ഒരു കൈയിൽ ജപമാല, ഒരു കൈയിൽ അറിവിൻ്റെ പ്രതീകമായ ഗ്രന്ഥം, മറ്റൊരു കൈയിൽ സമൃദ്ധിയുടെ, ഭാരതത്തിൻ്റെ ഭൗതിക സമൃദ്ധിയുടെ പ്രതീകമായ നെൽക്കതിർ,
മറ്റൊരു കയ്യിൽ ഒരു തുണ്ട് തുണിക്കഷണം. ആ തുണിക്കഷണം പ്രതീകമാകുന്നത് ഭാരതത്തിൻ്റെ ഏകതയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ വൈഭവത്തെക്കുറിച്ചൊക്കെയാണ്. ഇതുമായി നിൽക്കുന്ന മാതൃമൂർത്തി എന്ന് പേരിട്ടുകൊണ്ട്, അമ്മയുടെ മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അഭിനേന്ദ്രനാഥ ടാഗോറിന് രൂപം കൊടുക്കുന്നു. ഇതാദ്യമായി കാണിക്കുന്നത് മറ്റാരെയുമായിരുന്നില്ല, സ്വാമി വിവേകാനന്ദൻ്റെ വത്സല ശിഷ്യയായ ഭഗിനി നിവേദിതയായിരുന്നു. നിവേദിത അത് കണ്ട മാത്രയിൽ തന്നെ പറഞ്ഞു, ഈ മൂർത്തി എൻ്റെ അമ്മയുടേതാണ്, ഭാരത മാതാവാണ്. അങ്ങനെ അതിന് പുനർനാമകരണം ഭാരത മാതാവെന്ന് തന്നെ നൽകപ്പെടുന്നു. അത് ഭഗിനി നിവേദിത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കോപ്പികൾ എല്ലാവരോടും ആവശ്യപ്പെട്ട് അത് പുനർമുദ്രണം നടത്തി ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലേക്കും എത്തിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പലതും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, വേദമൊക്കെ ഉണ്ടാകുന്നത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം ഉയർന്നു വന്നത്. ഭാരതത്തിലെ സുപ്രസിദ്ധരായ എല്ലാ ദേശഭക്ത കവികളും ഒരുപോലെ പ്രാർത്ഥിച്ചത്, ഒരുപോലെ കണ്ടത് ഈ ഭാരതമെന്നത് ദേവിയുടെ ശക്തിയുടെ മൃണ്മയാകാരമാണ് എന്നാണ്. മണ്ണ്, അമ്മയുടെ രൂപം മണ്ണിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷയാവുകയാണ് എന്നാണ്. ഈ ഒരു സങ്കല്പം, ഈ ഒരു ദിവ്യമായ സങ്കല്പം അതിന് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ അഭിനേന്ദ്രനാഥ ടാഗോർ രൂപം കൊടുത്തു. പിന്നെ പല ആൾക്കാരും അതിന് പല രൂപാന്തരീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് വീണ്ടും ഈ ദേശീയത, ഭാരതത്തിൻ്റെ ഏകതാ സങ്കല്പം കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്ന, വേറെ തരത്തിൽ പറഞ്ഞാൽ മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടമെത്തിയപ്പോൾ ആ ഭാരതമാതാവ് ഇന്ന് കാണുന്ന രൂപത്തിൽ, ഇന്നെല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷയായിട്ടുള്ള ആ രൂപത്തിൽ നമ്മളിന്ന് ആരാധിക്കുന്നു. അതിലെന്താണ് തെറ്റ്? ഞാൻ ആരാധിക്കുന്ന ദേവിക്ക് ഒരു രൂപം നൽകുന്നതോ ആ രൂപത്തെ ഞാൻ പ്രതിഷ്ഠിക്കുന്നതോ എന്താണ് ഒരു തെറ്റായിട്ടുള്ള കാര്യം? അതിലെവിടെയാണ് ഭരണഘടന വൈരുദ്ധ്യം വരുന്നത്? ഭരണഘടന രൂപം കൊള്ളുന്നതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഭാരതമാതാ സങ്കല്പം നമുക്കുണ്ട്. ഭാരതീയർക്ക് സ്വന്തമായൊരു ഭരണഘടന രൂപപ്പെടുത്തുവാനുള്ള കരുത്തു പകർന്ന ആശയമാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം. ആ ആശയമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. ആ ആശയത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് ഇതൊരു പ്രതീകമാണ്. നിങ്ങൾക്ക് പ്രതീകത്തെ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ഭാരതത്തിൽ ഒരു വിഭജനം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഭാരത വിരുദ്ധർക്ക് ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രതീകത്തെ, ഈ മൂർത്തിയെ അവഹേളിക്കരുത്. അത് തെറ്റാണ്, കൊടിയ പാപമാണ്. തികഞ്ഞ പ്രോട്ടോക്കോൾ ലംഘനമാണ് ഈ മന്ത്രിപദത്തിലിരിക്കുന്ന ഈ മനുഷ്യൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭരണഘടനയോടോ ഭരണഘടനാ സ്ഥാപനങ്ങളോടോ ആ ഭരണഘടനയും നിയമവും ഒക്കെ അനുശാസിക്കുന്ന പ്രോട്ടോക്കോളിനെ കുറിച്ചൊക്കെ എത്ര പരിജ്ഞാനമുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് വളരെ വ്യക്തമാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ടി വിയിലൂടെയൊക്കെ കണ്ട ആ പ്രസംഗ ശകലം അതുതന്നെ എത്ര അവഹേളനപാത്രമാക്കുകയാണ് ആ മന്ത്രിയെ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പ്. ഗവർണറുടെ വസതിയിൽ ഒരു പരിപാടി നടക്കുന്നു. അവിടെ ആ വേദിയിൽ എന്ത് ചിത്രം വയ്ക്കണം എന്ന്, അല്ലെങ്കിൽ മുമ്പേ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഈ നാടിനെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമാണത്. അത് അദ്ദേഹം അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് പൂജ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും സൗകര്യപ്രദമായ വിധത്തിൽ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് അത്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ആ ഭരതമാതാവിനെ പൂജിക്കുകയോ പൂജിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അവഹേളിക്കുന്നതിന്, ഭരണഘടനാ സ്ഥാനത്തെ അവഹേളിക്കുന്നതിന്, ഇത് തികഞ്ഞ ഒരു വലിയ കുറ്റകൃത്യം, ഒരു ഭരണഘടനാ കുറ്റകൃത്യമാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. പ്രോട്ടോക്കോളിൻ്റെ ലംഘനമാണ്. അതെന്തുകൊണ്ട് ചെയ്തു എന്ന് ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയോടും ആ നിയമവ്യവസ്ഥയുടെ കാവലാളന്മാരായിട്ടുള്ള നമ്മുടെ കോടതിയോടും അവർക്കും അധികാരികളായിട്ടുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങളോടും മന്ത്രി വ്യക്തമാക്കേണ്ടതാണ്. മന്ത്രി എന്തുകൊണ്ട് ആ ചടങ്ങ് ബഹിഷ്കരിച്ചു? ചടങ്ങിൽ വരാതിരിക്കാമായിരുന്നു. അവിടെ വന്ന് ഇങ്ങനെ വിക്കി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ആരോ നേരത്തെ എഴുതി കൊടുത്ത കാര്യം അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട എന്ത് ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്?
അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഈ ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുക എന്നതായിരുന്നു. ഗവർണർ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരനെ അവഹേളിക്കുക എന്നതായിരുന്നു. അതുവഴി ഒരു സന്ദേശം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലത്തിലേക്ക് നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. അല്ലെങ്കിൽ ഈ മന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ അതിനുവേണ്ടി ഉപയോഗിച്ച ആളുകൾ ഉദ്ദേശിച്ചത് അതുമാത്രമായിരുന്നു. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യമാണ്. അങ്ങേ അറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് മന്ത്രി നിർവഹിച്ചത്.